सहजं कर्म कौन्तेय सदोषमपि न त्यजेत् सर्वारम्भा हि दोषेण धूमेनाग्निरिवावृताः। असक्तबुद्धिः सर्वत्र जितात्मा विगतस्पृहः नैष्कर्म्यसिद्धिं परमां संन्यासेनाधिगच्छति। सिद्धिं प्राप्तो यथा ब्रह्म तथाप्नोति निबोध मे। समासेनैव कौन्तेय निष्ठा ज्ञानस्य या परा। बुद्ध्या विशुद्धया युक्तो धृत्यात्मानं नियम्य च शब्दादीन् विषयान् त्यक्त्वा रागद्वेषौ युतस्य च। विविक्तसेवी लघ्वाशी यतवाक्कायमानसः ध्यानयोगपरो नित्यं वैराग्यं समुपाश्रितः। अहंकारं बलं दर्पं कामं क्रोधं परिग्रहं विमुच्य निर्ममः शान्तो ब्रह्मभूयाय कल्पते। ब्रह्मभूतप्रसन्नात्मा न शोचति न काङ्क्षति समः सर्वेषु भूतेषु मद्भक्तिं लभते परां। भक्त्या मामभिजानाति यावान्यश्चास्मि तत्त्वतः ततो मां तत्त्वतो ज्ञात्वा विशते तदनन्तरम्। ഈ ശ്ലോകങ്ങളൊക്കെ ഇത് ഈ ശങ്കരഭാഷ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് ഒരുപാട് ഭാഷയിൽ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുള്ള ശ്ലോകങ്ങളാണ്. പിന്നെ ഈ ഇതിനകത്ത് ഇപ്പം ഈ 48-ാമത്തെ ശ്ലോകം സഹജം കർമ്മ കൗന്തേയ സദോഷമപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ ധൂമേന നിരിവാവൃതാഹ. ഇതിൻ്റെ അർത്ഥം ഇതാണ്, സഹജം കർമ്മ കൗന്തേയ സദോഷമപി. അപ്പം സദോഷമപി സഹജം കർമ്മ ന ത്യജേത്, ദോഷത്തോടു കൂടിയിട്ടുള്ളതാണെങ്കിലും ജന്മനാ സഹ ഉത്പന്നം കർമ്മ, ജനിക്കുമ്പോൾ തന്നെ ഗുണകർമ്മ വിഭാഗശഃ എന്നുള്ള ആ വിഭാഗം അതോടൊപ്പം തന്നെ കിട്ടുന്നത് കൊണ്ടാണ് അതിനെ ജന്മത്തോടു കൂടി തന്നെയുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്രകാരമുള്ള കർമ്മം ദോഷത്തോടു കൂടിയാണെങ്കിലും നത്യജേത്, അത് ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫലം കുറവാണെങ്കിലും നത്യജേത്. സർവാരംഭാഹി ദോഷേണ, എല്ലാ കർമ്മങ്ങളും ധൂമേനഗ്നിരിവാവൃതാഹ ദോഷേണ യുക്താഹ എന്ന്. അതായത് അഗ്നി ധൂമത്തോടു കൂടി ഇരിക്കുന്നത് പോലെ എല്ലാ കർമ്മങ്ങളും ദോഷത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ദോഷം കണ്ടു എന്നതുകൊണ്ട് സ്വധർമ്മം വെടിയേണ്ടതില്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം ദോഷം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇന്നത്തെ രീതിയിലുള്ളൊരു ചർച്ചയല്ല അന്ന് നടന്നുകൊണ്ടിരുന്നത്. ഈ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ചർച്ചകൾ മുഴുവൻ നിൽക്കുന്നത് മുക്തിക്ക് പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതൊരു നമ്മുടെ ഈ സമൂഹം മുഴുവനും തത്വചിന്താപരമായിട്ട് മുക്തി, ജ്ഞാനം, മുക്തി, കർമ്മ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന ഒരു സൊസൈറ്റിയിലാണ് ഇത് പറയുന്നത്. അല്ലെ, നമ്മുടെ ഇന്നത്തെ മാതിരിയുള്ള ഒരു സൊസൈറ്റി അല്ലത്. അപ്പോൾ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നിടം വരെയും മുക്തിക്ക് വേണ്ടിയിട്ടെന്നുള്ള ഒരു കോൺസെപ്റ്റാണുള്ളത്. അപ്പം ജനിക്കുന്നത് മുക്തി കിട്ടാഞ്ഞതുകൊണ്ട് പ്രയത്നിക്കുന്നത് മുക്തിക്ക് വേണ്ടിയിട്ട്, മരിക്കുമ്പോൾ ഒന്നുകിൽ മുക്തിക്ക് യോഗ്യനായിട്ടാണ് മരിച്ചിരിക്കുന്നത്, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അതല്ല എന്നുണ്ടെങ്കിൽ സ്വർഗ്ഗലോകത്തിലോ ബ്രഹ്മലോകത്തിലോ പോയിട്ട് മുക്തിക്ക് സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയാകും, അതല്ലെങ്കിൽ വീണ്ടും തിരിച്ച് മുക്തിക്ക് വേണ്ടി പ്രയത്നിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു സൊസൈറ്റിയോടാണ് ഇത് സംസാരിക്കുന്നത് മുഴുവൻ. അപ്പോൾ നമ്മൾ ആ ദൃഷ്ടി വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഏത് കർമ്മത്വമാണെങ്കിലും ദോഷയുക്തത്തോടു കൂടിയതാണ്. ഇവിടെ നമ്മുടെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഇത് ചെയ്യുന്നവൻ എന്തെങ്കിലും ആപത്തുണ്ടാകും എന്നുള്ള അർത്ഥത്തിലല്ല. പകരം ഇവിടെ സർവാരംഭാഹി ദോഷേണ ഈ ഒരു പ്രയോഗം ഉണ്ടല്ലോ, എല്ലാ കർമ്മങ്ങളും ആരംഭം എന്ന് പറഞ്ഞിരിക്കുന്ന കർമ്മത്തെയാണ്. അപ്പോൾ സർവാരംഭാഹി ദോഷേണ, എല്ലാ കർമ്മങ്ങളും ദോഷത്തോടു കൂടി ചേർന്നതാണ്, ദോഷേണ യുക്ത എന്നുള്ളതാണ്.
അപ്പോൾ ദോഷത്തോടു കൂടി ചേർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കാണാം ഈ പുണ്യവും പാപവും കർമ്മഫലമായിട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പുണ്യത്തെയും പാപമായിട്ട് തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ ഈ സംസാരത്തിൽ ബന്ധിപ്പിക്കുന്നു. ഒന്നുകിൽ ദുഃഖരൂപത്തിൽ ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ സുഖരൂപത്തിൽ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് കർമ്മഫലം ബന്ധഹേതുവാണ്. ഇതാണ് ഇതിൻ്റെ ഒരു നിർവചനം. ഈ കർമ്മഫലം കർമ്മഫലം നമ്മളെ ബന്ധിപ്പിക്കുന്നതായതുകൊണ്ട് അത് സുഖരൂപത്തിൽ വന്നാലും ശരി, ദുഃഖരൂപത്തിൽ വന്നു കഴിഞ്ഞാലും അത് സംസാരമാണ്. അപ്പോൾ അത് കാരണം എന്ത് നമ്മളെ സംസാരത്തിൽ തന്നെ ബന്ധിപ്പിക്കുന്നുവോ, എന്ത് നമുക്ക് സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗം തെളിയിച്ചു തരുന്നില്ലയോ, അത് പാപം തന്നെയാണ്. അപ്പോൾ ആ പാപം, ആ ദൃഷ്ടിയിലാണ് ദോഷം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് സർവാരംഭാഹി എന്നുള്ള പ്രയോഗത്തിൽ എല്ലാ കർമ്മങ്ങളും ദോഷയുക്തമാണ്, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ കർമ്മങ്ങളും ദോഷയുക്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരത്തിൽ ഒരുവനെ തുടരുവാൻ കാരണമാകുന്ന ഒന്നാണ് എല്ലാ കർമ്മങ്ങളും. ഇത്രയേ അർത്ഥമുള്ളൂ. സംസാരത്തിൽ ഒരുവൻ തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ മാത്രമല്ല, ഈ മറ്റു ലോകങ്ങളിലെല്ലാം സംസാരത്തിൻ്റെ തന്നെ തുടർച്ചയാണ്. അല്ലാതെ ഭൂമി വിട്ട് സ്വർഗത്തോട്ട് പോയി കഴിഞ്ഞാൽ സംസാരം അവസാനിക്കുന്നൊന്നുമില്ല. ഇവിടുത്തെ സംസാരം അവിടെയും വീണ്ടും തുടരുന്നത് മാത്രമേ ഉള്ളൂ. അതായത് അടുത്തൊരു ലോകം എന്നുള്ളതേ ഉള്ളൂ. അതല്ലെങ്കിൽ ഒരു മുറിയിൽ നിന്ന് വേറൊരു മുറിയിലേക്ക് പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൽ നിന്ന് വേറൊരു സംസ്ഥാനത്തിലേക്ക് പോകുന്നത് പോലെ ആണ് ഈ ഭൂലോകം വിട്ടിട്ട് സ്വർഗ്ഗലോകത്തേക്ക് പോയി. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ഒരു സങ്കല്പ ലോകങ്ങളാണ്, അത് സാങ്കല്പികമാണ്. അതല്ലാതെ ഇത് നമുക്ക് വാസ്തവികമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ സാധ്യമല്ലാത്തതായിട്ടൊന്നാണ്. ഇവിടെ സങ്കല്പത്തിൽ കിടക്കുന്ന ലോകങ്ങളാണ്. ഈ പല കാര്യങ്ങളും അങ്ങനെയാണ് കിടക്കുന്നത്. സങ്കല്പത്തിൽ കിടക്കുന്നതാണ്, സ്ഥാപിച്ചെടുക്കാൻ പറ്റത്തില്ല. പിന്നെ അവനവൻ്റെ സങ്കല്പത്തിൽ ഇത് സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ കാണുന്നൊരു സ്വപ്നം പോലെ, ആ സ്വപ്നം, നമ്മൾ കണ്ട സ്വപ്നം സത്യമാണ്, കണ്ടവനത് സത്യമാണ്. ബാക്കിയുള്ളവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവനവൻ്റെ മാത്രമുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയും. ബാക്കിയുള്ളവർക്ക് അതില്ല. അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള ലോകങ്ങളും ഇതേമാതിരി തന്നെയാണ്. അവിടെ ഉണ്ടോ, ആ ലോകങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ പ്രസക്തിയല്ല. നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നു സ്വർഗ്ഗലോകാദികൾ ഉണ്ട് എന്നുള്ളത്. സങ്കല്പിക്കാൻ നമുക്കതിന് ഒരു ആധാരം കിട്ടിയത് ഈ പുരാണ ഇതിഹാസങ്ങളിലെ കൂടെ, വേദത്തിലും ഒക്കെ ആയിട്ടുള്ള പരന്ന് കിടക്കുന്ന ഈ ഒരു ശാസ്ത്രം കൊണ്ട് നമുക്കങ്ങനെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ വൈദികമായ കർമ്മം ചെയ്തു. ഇതാണ് ചോദ്യം. ഈ ഡിസ്കഷനിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പം വൈദികമായ കർമ്മം ദോഷത്തോടു കൂടിയതാണോ അല്ലയോ? അതായത് ബ്രാഹ്മണ കർമ്മം ദോഷത്തോടു കൂടിയതാണോ അല്ലയോ? ക്ഷത്രിയ കർമ്മം ദോഷത്തോടു കൂടിയതാണോ അല്ലയോ? വൈശ്യകർമ്മം ദോഷത്തോടു കൂടിയതാണോ അല്ലയോ? ശൂദ്രകർമ്മം ദോഷത്തോടു കൂടിയതാണോ അല്ലയോ? സാധാരണഗതിയിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരുടെ ദൃഷ്ടിയിൽ ശൂദ്രകർമ്മം എന്ന് പറയുന്നത് ദോഷത്തോടു കൂടിയതാണ്. ദോഷത്തോടു കൂടിയവൻ ദോഷയുക്തൻ ആണ് ശൂദ്രൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണ കർമ്മം വിശുദ്ധമാണ്, പരിശുദ്ധമാണ്, മുക്തി നൽകുന്നതാണ്, പുണ്യം നൽകുന്നതാണ്, ഈശ്വരനോട് അടുത്തതാണ്, അതുകൊണ്ട് ദോഷയുക്തം അല്ല. അപ്പോൾ അല്ലെങ്കിൽ ക്ഷത്രിയൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ലേശം ദോഷം കുറവുണ്ട്, പക്ഷേ എങ്കിലും ദോഷത്തോടു കൂടിയതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കോൺസെപ്റ്റ് ഇതിനെക്കുറിച്ച് പഠിച്ചില്ല, ഇതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്ന അറിയുന്നില്ല എങ്കിൽ വരും. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നത് സർവാരംഭാഹി ദോഷേണ, ഈ ഒരു പ്രയോഗത്തിലൂടെ സർവകർമ്മങ്ങളും പെടുത്തിയിരിക്കുകയാണ്. സർവകർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളും ദോഷയുക്തമാണ് എന്ന് ഇതിനകത്തൂടെ സ്ഥാപിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ദോഷയുക്തമായിട്ടുള്ള കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ദോഷരഹിതമായ ഫലം നൽകുക? ദോഷരഹിതമായ ഫലം എന്ന് പറയുന്നത് നിത്യാനന്ദമാണ്. ദോഷയുക്തമായ ഫലം എന്ന് പറയുന്നത് നിത്യാനന്ദമല്ലാത്തതായ എന്തും ദോഷയുക്തമാണ്. ഇത്രയുള്ള അർത്ഥം. ഇപ്പം നമ്മളിവിടെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിമിതമായ ഫലങ്ങളെല്ലാം ദോഷം എന്ന വിഭാഗത്തിലേക്ക് പെടും. ഈ പരിമിതമായ ഫലം അത് ദുഃഖഫലമാവട്ടെ സുഖഫലമാവട്ടെ, കാരണം എല്ലാ കർമ്മങ്ങളും നമുക്ക് സുഖം പ്രതീക്ഷിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ അതിൽ വന്നു ചേരുന്നതായ പലതരത്തിലുള്ള ഹിംസകൾ ഉണ്ടാവും. ആ ഹിംസയുള്ളത് കാരണം അവിടെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ദുരിതവും പാപവും കൂടെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് കൂടെ വരും. അതുകൊണ്ടാണ് നമുക്ക് ഒരാളുടെ ജീവിതവും എപ്പോഴും സുഖകരമായിട്ട് പോകത്തില്ല. ഒരെണ്ണം കുറച്ച് ദുഃഖവും കുറച്ച് സുഖവുമായിട്ട് തന്നെയാണ് പോകുന്നത്.
ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവതാരമൂർത്തികളുടെ മുഴുവൻ ചരിത്രവും കൂടെ നമ്മൾ കാണിച്ചു ഈ കഥകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുഖവും ദുഃഖവും എന്ന് പറയുന്നത് അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് സുഖവും ദുഃഖവും പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ജീവിതം. അപ്പോൾ അതാണ് അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ സുഖം മാത്രമായി കഴിഞ്ഞാൽ എന്ത് എൻ്റർടൈൻമെൻറ്റ്? അപ്പോൾ ഈ ദുഃഖം എന്ന് പറയുന്നത് വേറെ തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എപ്പോഴും നമ്മൾ ഉറങ്ങിക്കിടന്നാൽ അതൊരു സുഖമല്ലല്ലോ. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്നു, ഉണരുന്നു, പിന്നെ സ്വപ്നം കാണുന്നു. അപ്പോൾ ഇതേമാതിരി എന്നും നമ്മൾ ഒരേ തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അപ്പം ഭക്ഷണം കഴിക്കുന്നു, വിശക്കുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലൂടെ അത് കടന്നു പോകുന്നു. അപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്നതാണ് ഈ സുഖവും ദുഃഖവും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പിന്നത്തെ ഒരു സുഖവും ദുഃഖവും എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ബന്ധങ്ങളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബന്ധത്തിൻ്റെ അതായത് രക്തബന്ധത്തിൻ്റെ തലത്തിൽ ഉള്ളതല്ല, പകരം നമ്മൾ മനസ്സുകൊണ്ട് കൊടുക്കുന്ന ബന്ധങ്ങൾ കൊണ്ട് അതിനകത്ത് സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രതീതികൾ മനസ്സിലുണ്ടായിട്ട് അതും നമ്മളെ ബാധിക്കുന്നു. ഇങ്ങനെയൊക്കെ പല സംഭവങ്ങൾ നടക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ സംസാരം എന്ന് പറയുന്നത്. ഈ സംസാരം അത് തുടരും എവിടെ ചെന്നാലും. അതാണ് ബ്രഹ്മലോകത്ത് ചെന്നാലും തുടരാം എന്ന് കാണിക്കുന്നത് കൊണ്ടാണ് ബ്രഹ്മലോകത്തു നിന്ന് ശാപം കിട്ടിയിട്ട് പലരും ഭൂമിയിൽ വന്ന് കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വരുന്നതൊക്കെ നമുക്ക് കഥകൾ കാണാം. ഉദാഹരണത്തിന് ഗംഗാദേവി ബ്രഹ്മലോകത്ത് വെച്ച് ബ്രഹ്മാവിൽ നിന്ന് ശാപം കിട്ടിയിട്ട് മനുഷ്യ സ്ത്രീയായിട്ട് ഇവിടെ അവതരിക്കേണ്ടി വന്നു. അങ്ങനെ അവതരിച്ചിട്ടാണ് ഭീഷ്മ പിതാമഹൻ ജനിക്കുന്നത്. അപ്പോൾ ഇതേമാതിരി നമുക്ക് ഈ പലതരത്തിലുള്ള ഈ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നമുക്ക് വെറുതെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സർവാരംഭാഹി ദോഷേണ എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ള പ്രസ്താവനയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിൻ്റെ കാരണം ഒരു വ്യക്തി കർത്താവാകിയാൽ കർമ്മത്തോടു കൂടിയതാണ് ആ വ്യക്തിയുടെ സ്ഥിതി. അപ്പോൾ ഇതെല്ലാം ഈ ഡിസ്കഷനിനുള്ളിൽ വരും. അപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തമായിട്ട് നമുക്ക് തോന്നത്തില്ല എങ്കിൽ കൂടിയും മുക്തിയാണ് നമുക്ക് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ മുക്തിയുടെ ദൃഷ്ടിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് കർമ്മമാണെങ്കിലും ആ കർമ്മം മുക്തിക്ക് സഹായകരമല്ല എന്നുള്ളതാണ്. സഹായകരമല്ല എന്ന് പറഞ്ഞാൽ മുക്തി നൽകുന്നതല്ല, ഇത്രയുള്ള അർത്ഥം. അപ്പോൾ ഏത് തരത്തിലുള്ള കർമ്മമാണെങ്കിലും അത് ലൗകിക കർമ്മമാവട്ടെ വൈദിക കർമ്മമാവട്ടെ, ഇനി വേദവിഹിതമായ കർമ്മമാവട്ടെ വേദനിഷേധമായ കർമ്മമാവട്ടെ, ഇങ്ങനെ നമുക്ക് പറയാം. അതായത് പരധർമ്മമാവട്ടെ സ്വധർമ്മമാവട്ടെ എന്ത് കർമ്മമാണെങ്കിലും ശരി അത് മുക്തി നൽകുന്നതല്ല. ഇത് നമുക്കൊരു ബേസാണ്. ഇത് വെച്ചുകൊണ്ടാണ് ഈ ശങ്കരഭാഷ്യത്തിൽ ഒരുപാട് ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ കർമ്മം കൊണ്ട് ഒരുവൻ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞാൽ ലൗകിക ദൃഷ്ടിയിൽ ശ്രേഷ്ഠത്വമേ പറയാൻ പറ്റത്തുള്ളൂ. ലൗകിക ദൃഷ്ടിയിലുള്ള ഏത് ശ്രേഷ്ഠത്വവും അത് കാലപരിമിതമാണ്, ദേശപരിമിതമാണ്, ഇങ്ങനെയൊക്കെയുള്ള പരിമിതത്വം അതിന് കൽപ്പിക്കും. ഇപ്പം ഇവിടെ 4 പേരെ അറിയാവുന്നിടത്ത് ഇവിടുത്തെ ശ്രേഷ്ഠൻ മറ്റൊരു ദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ആരുമല്ലാണ്ടാവും, ആരും മൈൻഡ് ചെയ്യത്തില്ല, ആരും അറിയത്തുപോലുമില്ല. അതേമാതിരിയാണെങ്കിൽ ഈ കാലത്തെ ശ്രേഷ്ഠൻ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് മാറുന്നു എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായി, അപ്പോൾ ഈ ഇലക്ഷനിൽ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയപ്പോഴത്തേക്ക് അവിടുത്തെ ആളായി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലായിടത്തും ആദരവ് കിട്ടുന്നു. അടുത്ത ഇലക്ഷൻ വന്നു, അവിടുത്തെ പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായി ഇലക്ഷനിൽ നിന്നില്ല, പ്രതിപക്ഷത്ത് പോലും നിൽക്കുന്നില്ല. അതോടുകൂടിയിട്ട് ഇദ്ദേഹത്തിന് പിന്നെ ആരും ഈ മുമ്പുണ്ടായിരുന്ന മാതിരിയുള്ള ബഹുമാനത്തിൽ ആരും കാണത്തില്ല, മാറി. അതും പ്രത്യേകിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സാധാരണ രീതിയിൽ പറയും. പണ്ട് എല്ലാവരെയും പറപ്പിച്ചുകൊണ്ട് ഇടുന്നു, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധു പാവം എന്ന് പറയുന്ന മാതിരി മിക്കവാറും വല്ല അമ്പല കമ്മിറ്റിയുടെ ആളായിട്ടും ഭക്തനായിട്ടും ഒക്കെ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും തൃപ്തി. പക്ഷെ ആർക്കും വന്നാലും പഴയ ആ ഒരു ബഹുമാന പുരസ്സരം മുണ്ടഴിച്ചിട്ടിട്ടുകൊണ്ട് താണു വീണ് നിൽക്കുന്ന ഒരു പഴയ കാലത്തെ പോലീസുകാരുണ്ടല്ലോ, അങ്ങനത്തെ ഒന്നുമില്ല, സാധാരണ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് മാതിരിയാണ്, അതാണ് ആ കാലത്താൽ നഷ്ടപ്പെടുന്ന പദവി, ദേശം കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആദരവുകൾ, ഇങ്ങനെ പലതും സംഭവിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ നൈമിഷിക സുഖം എന്ന് പറയുന്നതിൻ്റെ വിഭാഗത്തിൽപ്പെടും. കിട്ടും, പോകും, ഇതേ ഉള്ളൂ. ഇപ്പോൾ ഇതിനകത്തൊന്നും വലിയ കാര്യം ആക്കേണ്ടതില്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്.
അതുകൊണ്ട് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരുവൻ്റെ മഹിമ കുറയുന്നില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനാണ് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഈ ഇത്, അതായത് ഈ ഉത്കൃഷ്ടകർമ്മം ചെയ്തുകൊണ്ട് ഒരു 4 പേര് ഉള്ള ഒരു സദസ്സിൽ ഉത്കൃഷ്ടകർമ്മം ചെയ്യുന്ന സ്ഥാനത്തിരുന്നിട്ട് മഹിമ പ്രാപിക്കുന്നു എന്നത് മാത്രമല്ല, പകരം ഏത് കർമ്മം ചെയ്തു കഴിഞ്ഞാലും മഹിമയ്ക്കൊരു കുറവും ഉണ്ടാവത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്നെ അവിടെ ഈ യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിൽ അവിടെ ഈ ക്ലീനിങ് പരിപാടി, ശുദ്ധീകരണ പ്രക്രിയകൾ, എച്ചിലല വാരിക്കളയൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് നമുക്ക് കാണാം. അപ്പം ഇങ്ങനെ, അതായത് ഒരു കർമ്മം കൊണ്ട് ആരും മോശമാവത്തില്ല എന്ന് സ്വജീവിതത്തിലൂടെ ഭഗവാൻ കാണിച്ചു തരികയും ചെയ്തു. അതുതന്നെ ഇവിടെ പറയുകയും ചെയ്തു. അതേപോലെ തന്നെയാണെങ്കിൽ ഈ കർമ്മം ചെയ്തുകൊണ്ട് എല്ലാവരേക്കാളും ഉത്കൃഷ്ടതയുള്ളവനാണ്, മഹിമയുള്ളവനാണ് ഞാനെന്ന് അഭിമാനിക്കുകയും വേണ്ടതില്ല. ആ കർമ്മം ചെയ്ത് ഒരല്പസമയത്തേക്ക് ഫലം കിട്ടും. പക്ഷെ ബൃഹത്തായിട്ടുള്ള കാലത്തിൽ ആർക്കും ഒരു സ്ഥാനമൊന്നുമില്ല എന്നുള്ളതാണ് ഇതിനകത്തൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്താ അപ്പം അതിന് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ചെയ്യേണ്ടത് ഇതാണ്. 49ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, അസക്തബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹ നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. അപ്പം നമ്മുടെ ലക്ഷ്യമാക്കി വെക്കേണ്ടത് നൈഷ്കർമ്മ്യസിദ്ധിയെയാണ് ലക്ഷ്യമാക്കേണ്ടത്. അപ്പോൾ 2 തരത്തിലുള്ള സിദ്ധിയാണ്. ഒന്ന് കർമ്മഫലസിദ്ധി, 2 നൈഷ്കർമ്മ്യസിദ്ധി. കർമ്മഫലസിദ്ധിയാണ് മുമ്പ് പറഞ്ഞ കർമ്മത്താൽ, ഏത് തരത്തിലുള്ള കർമ്മം എല്ലാം ജനറലായിട്ട് അത് പറഞ്ഞിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള കർമ്മവും കൊണ്ടും കിട്ടുന്നത് കർമ്മഫലസിദ്ധി അല്ലെങ്കിൽ ഫലസിദ്ധി എന്ന് പറയും. അപ്പം ഈ കർമ്മഫലസിദ്ധി അല്പമാണ്, തുച്ഛമാണ് എന്നുള്ളത് കണ്ടു. ആ കാലത്തേക്ക് അത് ശ്രേഷ്ഠമാണ്, ആ ദേശത്തിൽ അത് ശ്രേഷ്ഠമാണ്, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ അത് ശ്രേഷ്ഠമാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ യൗവനകാലത്ത് ചിലത് ശ്രേഷ്ഠമാണ്. യൗവനം ഇതൊരു ഭഗവത്ഗീതയിൽ അല്ല, ഇപ്പം ഭജഗോവിന്ദത്തിനകത്തൊരു ശ്ലോകം ഉണ്ടല്ലോ, എന്തായിരുന്നു? വയസ്സിഗത്തെ കാമവികാര ശുഷ്കേ നീരേ കാസാര ക്ഷീണേ വിത്തേ കഫ് പരിവാര ജ്ഞാതേ തത്വേ കസംസാര. ഇങ്ങനെ, അതായത് ക്ഷീണേ വിത്തേ കഫ് പരിവാര, സമ്പത്തെല്ലാം ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിവാരമൊന്നും നിൽക്കത്തില്ല, എല്ലാവരും വിട്ടുപോകുന്നു. സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലോ എന്തോരു കുട പിടിക്കാൻ ആളുണ്ട്, ചെരുപ്പെടുക്കാൻ ആളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. സമ്പത്തില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും ഇല്ലാണ്ടാകുന്നു. ഇതേമാതിരിയുള്ള ശ്ലോകങ്ങൾ ഇഷ്ടം പോലെ ഈ ഭജഗോവിന്ദത്തിനകത്തുണ്ട്. ഭജഗോവിന്ദം ശരിക്കും വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ വിരക്തി ഉണ്ടാകും. നല്ല വിരക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഭജഗോവിന്ദം എന്ന് പറയുന്നത്. അത് വിരക്തി വേണ്ട എന്നുള്ളവർ വായിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിരക്തി വന്നു പോകും. ഇതുപോലത്തെ ചില പ്രയോഗങ്ങളുണ്ടല്ലോ, എന്താ ഭാര്യാം ബിഭ്യതി തസ്മിൻ കായേ ഗതവതി വായൗ പ്രാണാപായൗ. ഗതവതി വായൗ, അതായത് ഇതിൻ്റെ അർത്ഥം ഇതാണ്, പ്രാണൻ, അതായത് ഈ ദേഹത്തിൽ നിന്നും പ്രാണൻ പോയി കഴിഞ്ഞാൽ ആ ശരീരത്തെ ഭാര്യ പോലും ഭയക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് ഈ ഭജഗോവിന്ദത്തിൽ കാണും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അതായത് ഈ സംസാരത്തിൽ കർമ്മഫലം കൊണ്ട് ലഭിക്കുന്ന എന്തിനേയും ഉത്കൃഷ്ടതയായിട്ട് കരുതുന്നവൻ ഇപ്പോഴും മൂഢനായിട്ട് തന്നെ തുടരുകയാണ്. എന്ത് ലഭിച്ചു കഴിഞ്ഞാലും അതിൻ്റെ മറ്റൊരു വശമുണ്ട്. ആ വശം എന്ന് പറയുന്നത് അത് നമുക്ക് സുഖമാണെങ്കിൽ അതിൻ്റെ മറ്റേ വശം എന്ന് പറയുന്നത് ദുഃഖമായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ കർമ്മഫലം എന്ന് പറഞ്ഞാൽ സുഖമാണല്ലോ പ്രതീക്ഷിക്കുന്നത്, അല്ല കർമ്മഫലവും ദുഃഖമായുക എന്ന് പറയുന്നത് വരുന്നില്ലല്ലോ. കാരണം നമ്മളിപ്പോഴും കർമ്മഫലവും, കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകൃത കർമ്മത്തെയാണ് കർമ്മം എന്ന് പറയുന്നത്. പിന്നെ വിരുദ്ധ കർമ്മം, നിഷേധ കർമ്മം എന്നൊക്കെ പറയുന്നത് അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ, അതിനാൽ കർമ്മവും കർമ്മഫലവും, കർമ്മം ഒരു മാർഗമായിട്ടും കർമ്മഫലം ഒരു ലക്ഷ്യമായിട്ടും അത് ഒരു അങ്ങനെ വെക്കുന്നവൻ ഒരു ലൗകിക ദൃഷ്ടിയുള്ളവൻ മാത്രമാണ്, അവന് തത്വജ്ഞാനം ലഭിക്കാത്തവനാണ് എന്നാണ് അർത്ഥം. ഒരു വ്യക്തി തത്വജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ശ്രേഷ്ഠനായിട്ട് അന്നത്തെ സമൂഹം ഗണിച്ചിരുന്നുള്ളൂ. അപ്പം തത്വജ്ഞാനം ഇല്ലാത്തവന് കർമ്മഫലത്തിൽ ആണ് അവൻ്റെ ദൃഷ്ടി നിൽക്കുന്നത്, കർമ്മത്തെയാണ് അവൻ പരമമായിട്ട് കാണുന്നത്.
സുഖവും ദുഃഖവുമാണ് അവൻ്റെ മനസ്സിൽ നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ളത്. അതേസമയം തത്വജ്ഞാനിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി കർമ്മഫലത്തിലല്ല നിൽക്കുന്നത്, പകരം നൈഷ്കർമ്മ്യ സിദ്ധിയിലാണ് നിൽക്കുന്നത്. നൈഷ്കർമ്മ്യം എന്നുള്ള ഈ വാക്ക് ഇവിടെ നമുക്ക് കാണാം, നൈഷ്കർമ്മ്യ സിദ്ധി. അപ്പം നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം ഇല്ലായ്മ എന്നാണ് നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞത്. കർമ്മമില്ലായ്മയുടെ ഭാവം. കർമ്മമില്ലായ്മയുടെ ഭാവം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാണ്ടിരിക്കൽ എന്നാണ്. അപ്പം കർമ്മം ചെയ്യാണ്ടിരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവാണെന്നുണ്ടെങ്കിൽ കർമ്മം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഭാഗമാണ്. കർമ്മം ഉള്ളതുകൊണ്ടാണല്ലോ കർത്താവ് എന്ന് പറയാൻ പറ്റുന്നത്. കർമ്മമില്ലാത്തവനെ കർത്താവ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുവൻ കർത്താവാണ് എന്ന് പറഞ്ഞാൽ കർമ്മമുണ്ട് എന്ന് സാരം. എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ധനവാൻ എന്ന് പറഞ്ഞാൽ ധനമുള്ളത് കൊണ്ടാണ് ധനവാൻ എന്ന് പറഞ്ഞത്. അതേമാതിരി കർത്ത എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കർമ്മം ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് കർമ്മമില്ലാത്ത കർത്ത. ഇപ്പം നമ്മൾ ഈ ചില മന്ത്രിമാരെ തമിഴ്നാട്ടിലെ ഏതോ ഒരു മന്ത്രിക്ക് പോർട്ട്ഫോളിയോ ഇല്ലാത്ത, വകുപ്പ് കൊടുക്കാത്ത ഒരു മന്ത്രി എന്ന് പറഞ്ഞ മാതിരി, വകുപ്പില്ലാ മന്ത്രി എന്ന് പറയുന്ന മാതിരി പറ്റത്തില്ല. ഇവിടെ കർത്താവെന്ന് പറയുന്ന സ്ഥാനത്ത് ആണ് ഇരിക്കുന്നതെങ്കിൽ കർമ്മമുണ്ട്. കർത്താവ് കർമ്മമുള്ളതിനാൽ ആണ് കർത്താവ് എന്ന് പറയുന്നത്. കർമ്മമില്ല എങ്കിൽ പറയേണ്ട വാക്ക് അകർത്ത എന്നാണ്, കർത്താവല്ലാത്തവൻ എന്ന്. അപ്പം കർമ്മമാണ് ഒരുവനെ കർത്താവാക്കുന്നത്, കർമ്മമില്ലായ്മ ഒരുവനെ അകർത്താവാക്കുന്നു. അപ്പോൾ ഒരാൾക്ക് കർത്താവും അകർത്താവും കൂടെ ഇരിക്കാൻ പറ്റുമോ? അതായത് ഒരാൾക്ക് കർമ്മവും കർമ്മമില്ലായ്മയും കൂടെ ആണല്ലോ ഇരിക്കുന്നത്. അവിടെയാണ് നമുക്ക് തത്വജ്ഞാനത്തിലൂടെ നോക്കിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ തത്വവിചാരത്തിലൂടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് എടുത്ത് കളയാൻ പറ്റുന്ന ഒന്നല്ല കർത്തൃത്വം എന്നുള്ളത്. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ ഒപ്പമുള്ളതാണ്, കളയാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് നൈഷ്കർമ്മ്യത്തിലേക്ക് ഒരുവൻ ഞാൻ ഒന്നും ചെയ്യാത്തവനായിട്ടിരിക്കുന്നു എന്ന് ഒരുവൻ പറയുമ്പോൾ അവൻ ശരിക്കും ഒന്നും ചെയ്യാത്തവനായിട്ടിരിക്കുന്നവനല്ല എന്ന് സാരം. അതുകൊണ്ട് ഈ ഒരു വ്യത്യാസമാണുള്ളത്. ഒരു ലൗകിക ദൃഷ്ടിയിൽ ചെയ്യുന്നു ചെയ്യാതിരിക്കുന്നു, ഇതാണ് കർത്താവും അകർത്താവുമായിട്ടിരിക്കുന്നത്. പക്ഷെ ആ ദൃഷ്ടി ഇവിടെ എടുക്കുന്നില്ല. ആ ദൃഷ്ടി തെറ്റാണെന്നാണ് പറയുന്നത്. പകരം നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാസ്വരൂപം തന്നെയാണ് നൈഷ്കർമ്മ്യ ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടാണ്. ജീവാത്മദൃഷ്ടിയിൽ നിത്യകർത്തൃത്വമുണ്ട്, പരമാത്മദൃഷ്ടിയിൽ നിത്യ അകർത്തൃത്വമുണ്ട്. നിത്യ അകർത്തൃത്വത്തിനെയാണ് ഇവിടെ നൈഷ്കർമ്മ്യ ഭാവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നൈഷ്കർമ്മ്യ ഭാവത്തിലേക്ക് കുറച്ച് കടക്കുക, പിന്നെ അവിടെ നിന്ന് ഇറങ്ങുക, പിന്നെയും കടക്കുക. അതായത് ധ്യാനിക്കുമ്പോൾ നൈഷ്കർമ്മ്യത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ തത്വവിചാരത്തിൻ്റെ സമയത്ത് നൈഷ്കർമ്മ്യത്തിലേക്ക് പോവുക, പിന്നീട് വീണ്ടും കർമ്മത്തിലേക്ക് വരിക, അങ്ങനെ സാധ്യമല്ല. ഒരുവന് ധ്യാനിക്കുമ്പോൾ പരമാത്മാവായിട്ട് അവനെ തന്നെ കാണുക, പിന്നെ ധ്യാനം നിർത്തി കഴിയുമ്പോൾ അവനെ ജീവാത്മാവായിട്ട് കാണുക, ധ്യാനിക്കുമ്പോൾ അവനെ അകർത്താവായിട്ട് കാണുക, ധ്യാനം നിർത്തി കഴിയുമ്പോൾ കർത്താവായിട്ട് കാണുക. പിന്നെ അതേമാതിരി ഉണർന്നിരിക്കുമ്പോൾ പറഞ്ഞാൽ ലൗകികമായിട്ടുള്ള വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോൾ അവനെ തന്നെ ഭോക്താവായിട്ട് കാണുക, ധ്യാനത്തിലിരിക്കുമ്പോൾ അവനെ അഭോക്താവായിട്ട് കാണുക. അതൊന്നും സാധ്യമല്ല. ഒന്നുകിൽ അവൻ നിത്യ ഭോക്ത, അതല്ല എന്നുണ്ടെങ്കിൽ നിത്യ അഭോക്ത. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറാൻ പറ്റുന്ന ഒന്നല്ല. ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് മാറാം. ജാഗ്രത അഭിമാനി എന്നുള്ളത് സ്വപ്നാഭിമാനിയാവാം. സ്വപ്നാഭിമാനിയിൽ നിന്ന് നമുക്ക് സുഷുപ്തി മാറാം. സുഷുപ്തി അഭിമാനിയിൽ നിന്നും ജാഗ്രത അഭിമാനിയിലേക്കും വരാം. അപ്പോൾ ഇതേമാതിരിയുള്ള ഒരു അഭിമാനിയല്ല, കർത്തൃത്വാഭിമാനിയിൽ നിന്ന് അകർത്തൃത്വാഭിമാനിയിലേക്ക് മാറാൻ പറ്റത്തില്ല. കാരണം അകർത്തൃത്വാഭിമാനം എന്ന് പറയുന്നത് ഇല്ലാത്തത് കൊണ്ട്. അതാണ് കർത്തൃത്വാഭിമാനം എന്ന് പറഞ്ഞാൽ, കർത്തൃത്വം എന്ന് പറയുന്നത് തന്നെയാണ് അഭിമാനം. അല്ലാതെ കർത്തൃത്വം അഭിമാനം എന്ന് എടുത്ത് കയറി പറയേണ്ട കാര്യമില്ല. കർത്തൃത്വത്തിനെയാണ് അഭിമാനം എന്ന് പറയുന്നത്. എന്താണ് വേറെ എന്താ? അഭിമാനം ഇല്ലാതിരിക്കുക, അതെന്തായിരുന്നു വാക്ക്? അഭിമാനമല്ല, മലയാളത്തിൽ കയറിയിട്ടൊരു അഭിമാനം ഉണ്ടല്ലോ. എനിക്ക് നല്ല തറവാട്ടി പിറന്നതാണ്, എൻ്റെ അഭിമാനത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. ആ അഭിമാനമല്ല ഇവിടെ ഇപ്പോൾ ഉദ്ദേശിച്ചത്, താതാത്മ്യം എന്നുള്ള അർത്ഥത്തിലാണ്.
അപ്പോൾ ഈ നമ്മൾ അന്നേരം ഇവിടെ നമുക്ക് ഈ കർത്തൃത്വാഭിമാനം അല്ല അകർത്തൃത്വാഭിമാനം ഇതൊന്നും സാധ്യമല്ല. ഒന്നുകിൽ കർത്തൃത്വം അല്ലെങ്കിൽ അകർത്തൃത്വം, അതായത് ഷിഫ്റ്റ് പൊസിഷൻസ് എന്ന് പറയുന്നത് നമുക്ക് സാധ്യമല്ല എന്നർത്ഥം. ഇപ്പം ഞാൻ ഇതാ നോക്കൂ, ഈ ചില ഇതിനകത്തുണ്ടല്ലോ, ഇപ്പം എന്നെ കണ്ടാൽ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുഖം കൊണ്ട് ഓരോ ഭാവം കാണിക്കുന്നത് പോലെ നമുക്ക് മനോവൃത്തികൾ ചേഞ്ച് ചെയ്തിട്ട്, ഇതാണല്ലോ ആകെയുള്ളത് മനോവൃത്തികൾ. എന്താണ് ഈ സ്റ്റാച്യു എന്താ പ്രത്യേകത കണ്ടില്ല, റിലീസ്. അപ്പോൾ സ്റ്റാച്യു എന്ന് പറഞ്ഞാൽ അനങ്ങാണ്ട് നിൽക്കുക, റിലീസ് എന്ന് പറഞ്ഞ്, റിലീസാണ് വേറെ എന്താ വാക്കാന്ന് അറിയത്തില്ല, പിള്ളേരുടെ നിന്ന് കിട്ടിയിട്ടുള്ള മറന്നുപോയി. അപ്പോൾ ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പണ്ടുകാർ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ ഇതുണ്ടായിരുന്നു, എന്താണ് ഈ ഇങ്ങനെ തോക്കും കൊണ്ട് വെടിവെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ തന്നെ ഹോൾഡ് നിൽക്കുക, അത് കഴിയുമ്പം റിലീസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ മാറുക. അപ്പോൾ ഈ മാതിരി നമുക്ക് അകർത്ത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക, പിന്നെ കർത്ത ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് നൈഷ്കർമ്മ്യ സിദ്ധി. അപ്പോൾ അതിനിപ്പോൾ നൈഷ്കർമ്മ്യ സിദ്ധി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാവിഗത സ്പൃഹ. അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടത്. അസക്ത ബുദ്ധി സർവത്ര അസക്ത ബുദ്ധി. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, വൈരാഗ്യം എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞില്ലേ, ആത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത് അസക്ത ബുദ്ധി എന്ന് പറഞ്ഞാൽ. സക്തി അസക്തി. സക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താത്പര്യം, രാഗം, ഇഷ്ടം എന്നൊക്കെ പറയുന്ന ആ വാക്കുകളുണ്ട്, അതൊക്കെയാണ് സക്തി എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനോടും സക്തി, എന്ത് വേണേലും ആവാം, അവനവൻ്റെ ജീവിതത്തോടുള്ള ആഗ്രഹം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം ആഗ്രഹം ഇല്ലാണ്ടാണോ ജീവിക്കുന്നത്? അപ്പോൾ അതല്ല അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ തത്വചിന്താപരമായിട്ട് നോക്കിക്കഴിയുമ്പോൾ വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ ആഴങ്ങളിലൂടെ നമ്മൾ പോകാവൂ. അല്ലാതെ ഉടൻ തന്നെ ഇത് നമുക്ക് എത്രത്തോളം നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ള ബുദ്ധി എടുക്കരുത്. ഈ നമ്മളിൽ അപ്ലൈ ചെയ്ത് കറക്റ്റാക്കി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ക്വാണ്ടം ജമ്പ് പോലെയാണ്. എന്താണ് ഈ സൈബോർഗ് എന്നൊക്കെ പറയുമല്ലോ എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ഒരു ഇതിനെ പറയുന്നത് വഴിയില്ലാതെയുള്ള പോക്കെന്ന് പറയും. അനദ്വഗ അദ്വസു പാരൈഷ്ണവ എന്നൊരു പ്രയോഗമാണ് ഭാഷ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. വഴിയില്ലാത്തവൻ്റെ പോക്ക് പോലെ. മറ്റുള്ളവർ നോക്കുമ്പോൾ വഴിയില്ല, അവനവൻ നോക്കുമ്പോഴും വഴിയില്ല, പക്ഷേ ഒരു പോക്കാണ് എന്ന് പറഞ്ഞ മാതിരി ഈ അൺചാർട്ടഡ് ഏരിയയിൽ കൂടെയുള്ള ഫ്ലൈറ്റിൽ പോകുന്നത് പോലെ എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ഇവിടെ ഈ വ്യക്തിയുടെ പോക്ക്. അപ്പോൾ ഈ വ്യക്തി ലൗകികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്വങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ പോകാൻ പാടില്ല. ഇത് യാതൊരുവിധ ഉത്തരവാദിത്വമില്ലാതെ അവനവനെ തന്നെ സ്വതന്ത്രനാക്കിയവർക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന മാർഗമാണ്. അപ്പം രണ്ടാണ്. കർമ്മത്തിൻ്റെ മാർഗം ഉത്തരവാദിത്വമുള്ളവർക്കും ലോകത്തോട് ഉത്തരവാദിത്വം, അവർക്കാണ് ഈ പഞ്ചയജ്ഞങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ലോകത്തോട് ഉത്തരവാദിത്വം, കുടുംബത്തോട് ഉത്തരവാദിത്വം, കർമ്മഫലം അനുഭവിക്കാൻ തയ്യാറെടുത്തിരിക്കൽ. പിന്നെ അങ്ങനെയുള്ളവരാണ് ഈ ലോകത്തിൻ്റെ അവകാശികൾ. സ്വത്ത് കിട്ടേണ്ടത് അവർക്കാണ്, അല്ലാതെ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നവന് സ്വത്തിൻ്റെ കാര്യമൊന്നുമില്ല. അവന് സ്വത്ത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുക, നമ്മൾ ആർക്കെങ്കിലും കാശ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വത്ത് ആഗ്രഹമുള്ളവന് കൊടുക്കണം, അല്ലാത്തവന് കൊണ്ട് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. സ്വത്ത് ആഗ്രഹമുള്ളവന് മാത്രമല്ല, സ്വത്ത് ഉപയോഗിക്കാൻ ആവശ്യവും കൂടെ ഉള്ളവന് വേണം കൊടുക്കാൻ, എങ്കിൽ മാത്രമേ അതിനകത്ത് ഫലമുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് അത് കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കൊടുക്കണമെന്ന്, ഗൃഹസ്ഥരായിട്ടുള്ള ബ്രാഹ്മണർക്ക് കൊടുക്കാം, ആചാര്യന്മാർക്ക് കൊടുക്കാം. ആചാര്യന്മാർ പറഞ്ഞാൽ ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആചാര്യന്മാർക്ക് കൊടുക്കാം. സന്യാസിക്ക് കൊണ്ട് സ്വത്ത് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇദ്ദേഹത്തിന് സ്വത്ത് കിട്ടിയിട്ട് അത് താല്പര്യം വന്നാൽ പിന്നെ അദ്ദേഹം ഗൃഹസ്ഥനായി. ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും കുട്ടികളും ഉണ്ടായി എങ്കിൽ മാത്രമേ ഗൃഹസ്ഥനാവൂ എന്നുള്ളതല്ല. ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹത്തിലിരിക്കുന്നവനാണ് ഗൃഹസ്ഥൻ. അതാണ് ഗൃഹേ തിഷ്ഠതി ഗൃഹസ്ഥ എന്നാണ്. അതായത് വീട്ടിലിരിക്കുന്നവൻ ഗൃഹസ്ഥൻ, ഇത്രയേ അർത്ഥമുള്ളൂ കേട്ടോ. പണ്ട് പിന്നാണ് വീട്ടിലിരിക്കുകയാണെങ്കിൽ ഭാര്യയും കുട്ടിയും ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നാൽ മതി എന്നുള്ളതായിരുന്നു പണ്ടത്തെ കണക്ക്. ഇന്ന് ഭാര്യയും കുട്ടിയും ഇല്ലെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. വിരക്തി ഉണ്ടെങ്കിലും വിരക്തി ഇല്ലെങ്കിലും എന്നുള്ള ഈ രണ്ടെണ്ണത്തെ വെച്ചുകൊണ്ടാണ് ഇവിടെ മാറ്റം വരുത്തിയിരിക്കുന്നത്. അതായത് ഈ ലോകത്തിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ വിരക്തിയുടെ കാര്യത്തിൽ അധികം ശ്രദ്ധിക്കരുത്. അവർക്ക്
ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ്. അല്ലാത്തവർ, അവർ സ്വതന്ത്രരായിട്ട് പോയവർ, ആ സ്വതന്ത്രരായിട്ട് പോയവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം സന്യാസം സ്വീകരിച്ചവരെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് അവരെങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം തന്നെയാണെങ്കിലും സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഇത് നടക്കും, വിവാഹമോചനം. പിന്നെ വിവാഹമോചനത്തിന് പിന്നെ വേറെ കാരണമൊന്നും പറയണ്ട. എൻ്റെ ഭർത്താവ് സന്യാസം സ്വീകരിച്ചു, എനിക്ക് വിവാഹമോചനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവാഹമോചനം എഴുതി കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നാച്ചുറൽ രീതി. അപ്പോൾ ഈ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഹസ്ഥ്യം ഉപേക്ഷിച്ചു എന്നുള്ളതിനെ ഉള്ളത് ആണ് സന്യാസം. പിന്നെ ഗാർഹസ്ഥ്യം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടെ സന്യാസിച്ച് പോകുന്നു, അങ്ങനെ സംഭവിക്കാം. അതല്ലെങ്കിൽ ഭാര്യ സന്യസിക്കുന്നില്ല, ഭർത്താവ് സന്യസിക്കുന്നു, ഭാര്യ ഭർത്താവിനോടൊപ്പം സേവിച്ചു ഭക്ത എന്നുള്ള നിലയിൽ പോകുന്നു, എന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഭാര്യ സന്യസിക്കുന്നു, ഭർത്താവ് വേണമെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് സംരക്ഷണവും സേവയുമായിട്ട് പോകുന്നു, എന്നാലും കുഴപ്പമില്ല. മനുഷ്യരെങ്ങനെ ജീവിച്ചാലും ഇവിടെ പ്രശ്നമൊന്നുമില്ല. അത് സന്തോഷത്തോടുകൂടി ജീവിക്കുക, സമാധാനത്തോടുകൂടി ജീവിക്കുക, മുക്തിക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, ഇത്രയേ ഉള്ളൂ. മുക്തി ലക്ഷ്യമാക്കുന്നു. ഒന്നിൽ മുക്തനായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ മുക്തി ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുക. അല്ലാതെ ഇത് മറ്റുള്ള വേറൊരു ചിന്തയിലിട്ട് നമുക്ക് അതിന് പോകേണ്ട കാര്യമില്ല ഇതിനകത്ത്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് സന്യാസ ദൃഷ്ടിയിലാണ് ഈ ഒരു ശ്ലോകം കിടക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അസക്ത ബുദ്ധി സർവത്ര എന്നുള്ള പ്രയോഗം നടത്തിക്കുന്നത്. സർവത്ര അസക്ത ബുദ്ധി, എല്ലായിടത്തും രാഗദ്വേഷരഹിതമായിട്ടുള്ള സമീപനമാണുള്ളത്. അസക്തനായിരിക്കണം, ശക്തിയില്ലാത്തവനായിരിക്കണം എന്നുള്ളത്. സംഘരഹിതനായിരിക്കണം, ഇതൊക്കെയാണ് അതിനർത്ഥം. സംഘരഹിത ബുദ്ധി, ഇതിനാണ് അസക്ത ബുദ്ധി എന്ന് പറയുന്നത്. പിന്നെ ജിതാത്മാ, അപ്പോൾ നമ്മൾ ഈ ജിതാത്മാ എന്നുള്ളതിൽ എപ്പോഴും കാണുന്നൊരു വാക്കാണ് ജിതാത്മാ. ജിതഃ ആത്മാ ഏന, ഇങ്ങനെയാണ് അതിൻ്റെ വിഗ്രഹം പോകുന്നത്. ജിതഃ ജയിച്ചിരിക്കുന്നവൻ, ആത്മാ അന്തഃക്കരണം എന്നാണ്. അപ്പം ജിതഃ ആത്മാ ഏന എന്ന് പറഞ്ഞാൽ അന്തഃക്കരണത്തെ ജയിച്ചവൻ. അന്തഃക്കരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ മനസ്സിനെയാണ് അന്തഃക്കരണം എന്ന് പറയുന്നത്. മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരങ്ങളുമാണ്. അപ്പം വികാരങ്ങളെ ജയിച്ചവൻ എന്നാണ് ജിതാത്മ എന്നർത്ഥം കൊടുക്കുന്നത്. അപ്പം വികാരങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശാരീരികമായ വികാരങ്ങളുണ്ട്, വിശപ്പ്, അല്ലെങ്കിൽ ഓരോ തരത്തിൽ ശരീരത്തിൻ്റെ ഓരോ ഡിമാൻഡുകൾ, ആവശ്യങ്ങളുണ്ടല്ലോ, അതിനൊന്നും അല്ല ഇവിടുത്തെ വികാരങ്ങളെന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പം ശാരീരികമായ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം എന്താണ്, ദേഹം പൊള്ളുന്നു, ചൂട് എടുക്കുന്നു, അപ്പം കുറച്ച് തണുക്കണം, അത് ഒരു ഡിമാൻഡ് കാണിച്ചു, അതിന് അല്ലെങ്കിൽ ദാഹിക്കുന്നു, വെള്ളം കുടിക്കാൻ പോകുന്നു, ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ശാരീരികമായിട്ടാണ്. ഇപ്പം മനസ്സിൻ്റെ വികാരങ്ങളെന്ന് പറയുമ്പോഴാണ് കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ. അപ്പം നമ്മളിവിടെ ഈ വികാരങ്ങളെ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അത് മനസ്സിൻ്റെ കാമക്രോധ വികാരങ്ങളാണ്. ശരീരത്തിൻ്റെ തലത്തിലുള്ള ഈ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളെ വെച്ചുകൊണ്ടുള്ള വിശപ്പ്, പൈതാഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കണക്കുണ്ടല്ലോ, എന്താ അതല്ല ഇവിടുത്തെ മുഖ്യമായിട്ടുള്ള വിഷയം. ഇങ്ങനെ വിശപ്പിനെ അതിക്രമിച്ചവൻ, ദാഹത്തിനെ അതിക്രമിച്ചവൻ, ലൈംഗിക വികാരങ്ങളെ അതിക്രമിച്ചവൻ, പിന്നെന്താ മലമൂത്ര വിസർജനങ്ങൾ ഇല്ലാതാക്കിയവൻ, ഇത് ഈ മാതിരിയുള്ള ബുദ്ധിയിലേക്കൊന്നും നമ്മൾ കടക്കേണ്ടതില്ല. ജിതാത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധക്കരണത്തെ ജയിച്ചവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഗദ്വേഷങ്ങളുടെ ചിത്തവൃത്തികൾ, രാഗദ്വേഷയുക്തമായിട്ട് ചിത്തവൃത്തികൾ വരും. അങ്ങനെ വരാതിരുന്നാൽ വലിയ കാര്യം, വന്നാൽ മാനേജ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വരാതിരിക്കാൻ നോക്കുക, രണ്ട് വന്നാൽ മാനേജ് ചെയ്യുക എന്നുള്ളത്. മാനേജ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടായി കഴിഞ്ഞാൽ തക്ക പരിഹാരം കാണുക. അപ്പോൾ ഇങ്ങനെ ഇത്രയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സേഫായി എന്നുള്ളത്. ഇതിനനുസരിച്ചിട്ടാണ് ഈ വ്യക്തിയുടെ സ്ഥാനം നിൽക്കുന്നത്. വരാതെ നോക്കുന്നവൻ വരാതെ നോക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വിരക്തിയിൽ, അതായത് ഏതെങ്കിലും ഒരു സംഘം ഉണ്ടെങ്കിൽ മാത്രമാണ് രാഗദ്വേഷങ്ങൾ വരുന്നത്. അപ്പം പൂർണ്ണമായ വിരക്തിയാണെങ്കിൽ സംഘം ഉണ്ടാവത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ രാഗദ്വേഷങ്ങൾ വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് ഉദാഹരണം സനകാദികൾ, സനകൻ, സനന്ദൻ, സനൽകുമാരൻ, സുജാതി, ഇങ്ങനെ പറഞ്ഞ് സുജാതൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ. അതല്ല എന്നുണ്ടെങ്കിൽ ശുഖബ്രഹ്മർഷി, സംഘമില്ലാതൊരൊറ്റ പോക്കാണ്. ആ ഒരു പോക്കിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും നോക്കത്തില്ല എന്നുള്ളതാണ് പ്രത്യേകത. ആരെങ്കിലും നോക്കിയാൽ സംഘമായി എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഘം വന്നു കഴിഞ്ഞാൽ രാഗദ്വേഷങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് സംഘരഹിതനായി. പിന്നെന്താ, മാനേജ് ചെയ്യലാണ് നെക്സ്റ്റ് ലെവൽ.
അതായത് നമുക്ക് വ്യവഹാരത്തിൽ തന്നെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലരുമായിട്ട് നമ്മൾ ഈ ബന്ധങ്ങളിലൂടെ ഏർപ്പെടും. ബന്ധം എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻസ് അങ്ങനെ പലതരത്തിൽ ഉണ്ടാവും. നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈർഷ്യ ഉണ്ടാകും, പക്ഷെ മാനേജ് ചെയ്യണം. നമുക്ക് അതേമാതിരി ദേഷ്യം ഉണ്ടാകും, പക്ഷെ മാനേജ് ചെയ്യണം. അപ്പോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ മാനേജ് ചെയ്തു, ഞാൻ പല്ലുറുമ്മിയേ നിന്നുള്ളൂ, ഞാനത് പൊട്ടിത്തെറിച്ചില്ല. അത് മതി. പല്ലുറുമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾക്കത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാനേജ് ചെയ്തില്ല. ഇതാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ, അതായത് നമ്മുടെ ദേഷ്യം ഞാൻ പ്രകടിപ്പിച്ചില്ല, പക്ഷെ മറ്റേ ആൾക്കത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഷ്യം നമ്മൾ പ്രകടിപ്പിച്ചത് കൊണ്ടാണ് മറ്റേ ആൾക്ക് മനസ്സിലായത്. മറ്റേ ആൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യത്താൽ പുകഞ്ഞു എന്നാണ് സാരം. അല്ലാതെ ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ മാനേജ് ചെയ്തു എന്ന് പറയരുത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ മറ്റേ ആൾക്ക് നമ്മൾക്കുള്ളിൽ ഈർഷ വന്നു എന്ന് അറിയാത്ത ഭാവത്തിൽ ഞാൻ നിന്നാൽ മതിയോ? അതങ്ങനെയൊക്കെയാണല്ലോ. ഒരുപാട് ഈ ഇതുണ്ടല്ലോ, മറ്റേ ഈ നാട്യകലകളും ശാസ്ത്രങ്ങളും ഈ അഭിനയം ചക്രവർത്തിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ദേഷ്യം ഉണ്ടെങ്കിലും കാണിക്കാതിരിക്കാനൊക്കെ പഠിക്കുന്നു. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ദേഷ്യം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളും എല്ലാം നമ്മൾ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് അത് വരുമ്പോൾ തന്നെ നമ്മൾ കുറച്ചൊന്ന് കൈകാര്യം ചെയ്തു മാനേജ് ചെയ്തു പോകുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം പോകുന്നത്. അതായത് മറ്റുള്ളവർക്ക് നമുക്ക് ദേഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ദേഷ്യം ഉണ്ടായി, അതുകൊണ്ടാണല്ലോ. പിന്നെ റോങ് ആയിട്ടും വേണമെങ്കിൽ വരാം, ഒരു റോങ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ എന്താണ് ഫാൾസ് ഇത് വരുമല്ലോ, സൂചനകൾ വരുമല്ലോ, അത് കാര്യമാക്കേണ്ടതില്ല. എന്നാൽ നമ്മൾ വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളെ നോക്കിക്കൊണ്ട് ഒരാൾ പറയുകയാണ്, ഓ എന്നെ പറ്റി ഭാവത്തിലിരിക്കുകയാണ്, എൻ്റെ അടുത്ത് എന്തോ ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു, അത് കാര്യമൊന്നുമില്ല നമുക്ക്. അപ്പം അതല്ല ഇവിടുത്തെ. മറ്റുള്ളവർ നോക്കിയിട്ട് അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക്. നമ്മുടെ ലക്ഷ്യം മുക്തിയാണ്. നമ്മൾ സുഖമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അല്ലാതെ മറ്റുള്ളവരുടെ സമാധാനം നോക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് അവരവർക്ക് ഒരു 100% ലൈഫ് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ഇൻ്റർഫിയറൻസ് ഒന്നും ഇതിനകത്ത് ആവശ്യമൊന്നുമില്ല. മറ്റുള്ളവരെ സഹായിക്കേണ്ടതും കാര്യമില്ല, ഉപദ്രവിക്കേണ്ടതും കാര്യമില്ല. സ്വന്തമായിട്ട് ഓരോരുത്തരും അങ്ങ് ജീവിച്ചു പോട്ടെ. അങ്ങനെയാണ് ഈ പ്രകൃതി വെച്ചിരിക്കുന്നത്. ഓരോ ജീവികൾ കാണുന്നുണ്ടെങ്കിൽ അവനവൻ്റെ ജീവിതം അവനവൻ്റെ രക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത്യാവശ്യത്തിന് ഒരു സപ്പോർട്ട്, ഒരു ചെറിയ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില കാണുമല്ലോ ഈ പോത്തുകളുടെ കൂട്ടത്തിലേക്ക് പെട്ടെന്നൊരു പുലി ചാടി വന്നിട്ട് ഒരെണ്ണത്തിനെ പിടിക്കുമ്പോൾ ഉടനെ ബാക്കി കാട്ടുപോത്തുകളെല്ലാം കൂടെ ഈ പുലിയെ എടുത്ത് കൊമ്പി എറിയുന്നത് പോലെ ഒരു ചെറിയ സപ്പോർട്ട് ഈ സാമൂഹ്യമായ ബന്ധങ്ങളിലൂടെ, കുടുംബ ബന്ധങ്ങളിലൂടെ ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഈ ഓരോ മൃഗവും മേഞ്ഞ് വെള്ളവും കുടിച്ച് കിടക്കുന്നത് പോലെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു ദോഷമുള്ള കാര്യമല്ല. അങ്ങനെയാണ് എന്നുള്ളതാണ് സാരം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ അസക്തനായിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഈ ബാഹ്യ ബന്ധങ്ങളിൽ ശക്തിയില്ലാത്തവനായിട്ട് പോകുന്നു. അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ ജിതാത്മത്വം എന്ന് പറയുന്നത് സാധ്യമാവത്തുള്ളൂ. ജിതാത്മത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരങ്ങളെ ജയിച്ചവൻ, എന്നിട്ട് വിഗത സ്പൃഹയില്ലാത്തവൻ. സ്പൃഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പൃഹ, തൃഷ്ണ, ആഗ്രഹം, അതാണ് വിഗത സ്പൃഹ. എല്ലാ തൃഷ്ണകളും അവസാനിച്ചവൻ. അപ്പോൾ ഈ തൃഷ്ണകൾ അവസാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗത എന്ന് പറഞ്ഞാൽ തൃഷ്ണകൾ പോയവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുമ്പ് പറഞ്ഞല്ലോ, വയസ്സിഗതേക്ക കാമവികാര ശുഷ്കേ നീരേ കാസാരഹ എന്നൊക്കെ പറഞ്ഞ മാതിരി ഈ ഇപ്പോൾ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് പ്രായത്തിലാണ് ഈ ആഗ്രഹങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ആഗ്രഹങ്ങൾ നമ്മൾ വാർദ്ധക്യം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. 10 വയസ്സുള്ള സമയത്ത്, അല്ലെങ്കിൽ 5 വയസ്സുള്ള 6 വയസ്സ് 7 വയസ്സ് എന്നൊക്കെ ഉള്ള സമയത്ത് ആന കളിക്കണം. ആരുടെയെങ്കിലും ഈ കഴുത്തലോ മുതുകത്തോ കയറി ഇരുന്നുകൊണ്ട് ആന കളിക്കണം. ഈ ഒരു പ്രായത്തിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ആഗ്രഹം ഇവന് 30 വയസ്സായി കഴിഞ്ഞപ്പോഴും അച്ഛാ എനിക്ക് ആനപ്പുറത്ത് കയറണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും?
അപ്പോൾ ഇതാണ് ഈ വയസ്സി ഗതേക്ക കാമികാര എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള കുറച്ച് താല്പര്യങ്ങൾ കാണിക്കും. ഈ താല്പര്യങ്ങൾ കാലം മാറുന്നതോട് കൂടിയിട്ട് താല്പര്യങ്ങളും പോകും. അതാത് കാലത്ത് കാണിക്കുമ്പോൾ അതിനകത്ത് ആ കാലത്ത് കാണിക്കുമ്പോൾ അത് ശോഭയുള്ളതാണ്. കാലം മാറി കാണിച്ചു കഴിഞ്ഞാൽ അരോചകമായിട്ട് മാറും. അതുകൊണ്ടാണ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ ആനപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത് എല്ലാവർക്കും രുചികരമായിട്ടുള്ളതാണ്. അരോചകത്വം എന്ന് പറയുന്ന ഒന്നല്ല. അത് വിനോദമാണ്. അത് എന്താണ്, അത് ആവശ്യമുള്ളതായിട്ടൊന്ന് മാറും. അപ്പം അതുകൊണ്ടാണ് കാലത്തിലുള്ളതാണ് എങ്കിൽ രാഗമാണേലും ദേഷ്യത്തിനാണെന്നുണ്ടെങ്കിലും അത് ശോഭിക്കും എന്നുള്ളതാണ്. അകാലത്തിലുള്ളതാണെങ്കിൽ ആണ് അപാത്രം, അയോഗ്യത എന്നൊക്കെ പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഈ രാഗദ്വേഷങ്ങളൊന്നും ശോഭിക്കത്തില്ല. അപ്പം നമുക്ക് കാണാം, ഭഗവാൻ പറയുന്നുണ്ട്, രാഗം ഞാനാണ്, ക്രോധം ഞാനാണോ എന്ന് പറയുന്നത്, രാഗം ഞാനാണ് എന്ന് തുടങ്ങിയിട്ടുള്ള എന്തായിരുന്നു വെച്ചൊരു പ്രയോഗം ഉണ്ടായിരുന്നല്ലോ ഭഗവാൻ. അപ്പോൾ അതൊക്കെ ഭഗവാൻ അവിടെ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ പോയി തിരിഞ്ഞു നോക്കുന്നതല്ലാണ്. അതാണ് വിഗത സ്പൃഹ എന്ന് പറഞ്ഞാൽ തൃഷ്ണയില്ലാത്തവൻ. അങ്ങനെയുള്ള വ്യക്തിയാണ് നൈഷ്കർമ്മ്യ സിദ്ധി. അപ്പോൾ നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഈ പറഞ്ഞതെല്ലാം ഒരു സന്യാസിക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനാണ്. സന്യാസി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മൾ ആശ്രമ സന്യാസി അല്ല ഉദ്ദേശിക്കുന്നത്. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ കാവ്യവസ്ത്രം എടുത്തു സന്യാസം എന്ന് പറഞ്ഞാൽ ആ സന്യാസം അല്ല എടുത്തിരിക്കുന്നത്. കാവ്യവസ്ത്രത്തിന് ഇവിടെ പ്രസക്തിയൊന്നുമില്ല. കാവ്യവസ്ത്രമൊക്കെ പിന്നീട് ഉണ്ടായതാണ്. ഏത് കാലത്തുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. കാവ്യവസ്ത്രമൊക്കെ പിന്നീട് അതൊരു പരമ്പരയായിട്ട് വന്നതാണ്. ഒരു സമൂഹത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശ്രമങ്ങളൊക്കെ സ്ഥാപിക്കലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കാവ്യവസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് വന്നത്. പണ്ട് ആണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രസക്തി ഒന്നുമില്ല കാവ്യവസ്ത്രം. അസക്ത ബുദ്ധി നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം, അങ്ങനെയുള്ളത് സന്യാസേനാധിഗച്ഛതി, അത് സന്യാസേന അധിഗച്ഛതി. ഈ പറഞ്ഞതല്ല. അപ്പം ഈ നൈഷ്കർമ്മ്യ സിദ്ധി സന്യാസം കൊണ്ട് അധിഗച്ഛതി പ്രാപ്നോതി, സന്യാസം കൊണ്ട് പ്രാപിക്കുന്നു. അപ്പോൾ ആ സന്യാസത്തിന് ഭഗവാന് ഇവിടെ ഭഗവാൻ ശങ്കരാചാര്യർ ഇവിടെ രണ്ടർത്ഥം കൊടുത്തിട്ടുണ്ട്. അർത്ഥം ഇതാണ്. എന്താണ് അർത്ഥം? ഒന്ന്, സന്യാസേന സമ്യക് ദർശനേന തത്പൂർവകേണ വാ സർവകർമ്മ സന്യാസേന. അപ്പം ഒന്ന്, സമ്യക് ദർശനത്തിനെ സന്യാസം എന്ന് പറയുന്നു. രണ്ട്, സമ്യക് ദർശനത്തിന് മുമ്പുള്ള സർവകർമ്മ സന്യാസത്തെ. ഇതിൽ ഈ രണ്ടെണ്ണം അർത്ഥം എടുക്കുക. ഒന്ന്, സമ്യക് ദർശനം എന്ന് പറയുന്നത് സന്യാസമാണ്. രണ്ട്, സമ്യക് ദർശനത്തിന് മുമ്പുള്ള സർവകർമ്മ സന്യാസം. ഇങ്ങനെ രണ്ടെണ്ണം. അത് രണ്ടും ഈ സന്യാസേന എന്നുള്ളതിനകത്ത് ചേർന്നിട്ടുണ്ട്. സന്യാസേന അധിഗച്ഛതി. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഇന്ന് നമ്മൾ ക്ലാസ് ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ശ്ലോകം നിർത്താം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.